ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സുധാകരൻ എന്നുള്ളതാണ്. ഡൽഹിയിലേക്ക് എത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുമായി ഡൽഹിയിൽ വെച്ചുള്ള കൂടിക്കാഴ്ച, അതിൽ തന്റെ നിലപാട് കൃത്യമായി തന്നെ കെ സുധാകരൻ അറിയിക്കാൻ പോകുന്നു. കണ്ണൂരിൽ സീറ്റ് നൽകണം എന്ന ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കെ സുധാകരൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഡൽഹിയിൽ ഉടൻ തന്നെ എത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. തിങ്കളാഴ്ച ഡൽഹിയിൽ എത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉടനടി എന്നുള്ളതല്ല, തിങ്കളാഴ്ച ഡൽഹിയിൽ എത്തുക എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. കണ്ണൂരിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകണം എന്നാവശ്യപ്പെടും. രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ ഇക്കാര്യം അദ്ദേഹം ആവർത്തിച്ച് തന്നെ പറയും എന്നതാണ്. വിനീത VG വിവരങ്ങളുമായി. വിനീത, നേരിട്ടുള്ള കൂടിക്കാഴ്ച അതാണിപ്പോൾ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിലപാടിൽ ഒരു മാറ്റവുമില്ല കെ സുധാകരന്. തീർച്ചയായും മനസ്സിൽ അങ്ങനെ തന്നെയാണ്. തിങ്കളാഴ്ച സുധാകരൻ വീണ്ടും ഡൽഹിയിലേക്ക് എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് അത്തരത്തിലേക്കൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഡൽഹിയിലേക്ക് തിരികെ എത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം നിലപാടിൽ ഉറച്ചു തന്നെയാണ് സുധാകരൻ. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ഫോണിൽ സംസാരിക്കും. ഒപ്പം തന്നെ കണ്ണൂരിൽ മത്സരിക്കണമെന്ന ആവശ്യം, ആ നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. ഹൈക്കമാൻഡിനോടും നിലവിൽ അദ്ദേഹം അത്തരത്തിലേക്കൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് ഡൽഹിയിലേക്ക് തിരികെ എത്താൻ ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത്. തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് മടങ്ങിയെത്തണമെന്നാണ് നിർദ്ദേശമുള്ളത്. അദ്ദേഹം അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തുകയും നേതാക്കളുമായി നേരിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ഏതാണെങ്കിലും മത്സരിക്കണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കെ സുധാകരൻ. നേരത്തെ തന്നെ അദ്ദേഹം താൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന ഒരു പ്രഖ്യാപനമൊക്കെ തന്നെ നടത്തുകയും പിന്നാലെ അതിൽ അതിർത്തി അറിയിച്ച് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തിരികെ നാട്ടിലേക്കൊക്കെ മടങ്ങുകയും അതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വൈകാരിക പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നാലെ തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് നേരിട്ടിടപെടുകയും രാഹുൽ ഗാന്ധി തന്നെ സുധാകരനുമായി സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സുധാകരനുമായി സംസാരിക്കും. അപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് സുധാകരൻ പറയുന്നത്. കണ്ണൂരിൽ തനിക്ക് സീറ്റ് നൽകണമെന്നുള്ളത് തന്നെയാണ് സുധാകരന്റെ ആവശ്യം. ഹൈക്കമാൻഡുമായും അദ്ദേഹം ആ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. തിരികെ അദ്ദേഹത്തോട് ഡൽഹിയിലേക്ക് മടങ്ങിയെത്താനാണ് ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് എത്തണമെന്നുള്ളതാണ് നിർദ്ദേശം. അനുജ, ഇതിലിപ്പോൾ ഈ തിങ്കളാഴ്ചയാകുമ്പോഴേക്കും ഈ തീരുമാനം അത് പുറത്തു വരേണ്ടതല്ലേ വിനീത? MP-മാർ മത്സരിക്കുമോ മത്സരിക്കേണ്ടതില്ലയോ എന്നൊക്കെയുള്ളതിലുള്ള തീരുമാനം അതിനു മുൻപൊക്കെ പുറത്തു വരേണ്ടതല്ലേ? അനുജ, കോൺഗ്രസിന്റെ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ തിങ്കളാഴ്ച ആദ്യഘട്ടത്തിൽ സണ്ണി ജോസഫ് പറഞ്ഞിരുന്നത് തിങ്കളാഴ്ച വീണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം തിങ്കളാഴ്ച വീണ്ടും ചേർന്നേക്കും എന്നുള്ളത് തന്നെയാണ്. ഏതാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടുകൂടി അനുബന്ധിച്ച് മാത്രമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. അങ്ങനെ ഒരു ധാരണയിൽ തന്നെയാണ് നിലവിൽ പാർട്ടിയുള്ളത്. അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ചയും നിർണായകമായിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. അതിന് മുന്നോടിയായി ഒരുപക്ഷെ സുധാകരനുമായി നേരിട്ട് ഒരു അനുനയ നീക്കം എന്നുള്ളത് തന്നെയായിരിക്കണം ഈ ഘട്ടത്തിൽ പാർട്ടി ആലോചിക്കുന്നത്. ഏതാണെങ്കിലും ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങിയ സുധാകരനോട് വീണ്ടും ഡൽഹിയിലേക്ക് തന്നെ തിരികെ എത്താൻ നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം നിലപാടിൽ ഉറച്ചു തന്നെയാണ് സുധാകരനുമുള്ളത്. ഏതാണെങ്കിലും കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഒരുപക്ഷെ സുധാകരൻ അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കുകയാണ് എങ്കിൽ നിലവിലെ സാഹചര്യങ്ങളിൽ ആ സുധാകരന്റെ ആ നിലപാടിനോട് അതിനൊരു വിട്ടുവീഴ്ച നേതൃത്വത്തിന് ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു നേതാവിന്റെ കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ച, അതിലേക്ക് കടക്കാനുള്ള സാധ്യത അത് ഉണ്ടോ വിനീത? അനുജ, സുധാകരനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ നേരത്തെ നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിലെ ശക്തനായ നേതാവാണ്. ഇതിനോടകം തന്നെ സുധാകരന് പിന്തുണയുമായി അനുയായികളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലും ഒപ്പം തന്നെ KPCC ആസ്ഥാനത്തുമൊക്കെ കഴിഞ്ഞ ദിവസം സുധാകരനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളടക്കം നമ്മൾ കണ്ടതാണ്. ഒപ്പം നേരത്തെയും ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊക്കെ മാറി നിൽക്കുന്ന ഘട്ടത്തിലും സുധാകരൻ സമാനമായിട്ടുള്ള ഒരു നിലപാട് നേതൃത്വത്തോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാൻ തനിക്കൊരു അവസരം കൂടി നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടി പിന്നാലെയാണ് അദ്ദേഹം ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊക്കെ തന്നെ മാറുന്നത്. പക്ഷേ ഇപ്പോൾ MP-മാർ മത്സരിക്കേണ്ട എന്ന തരത്തിലേക്ക് ഒരു കടുംപിടുത്തം അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു നിലപാടിലേക്ക് നേതൃത്വം എത്തുമ്പോൾ അന്ന് പറഞ്ഞ വാക്കുകൾ അത് എവിടെയെന്നടക്കമുള്ള കാര്യങ്ങളാണ് സുധാകരൻ മുന്നോട്ട് വെച്ച് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ സുധാകരൻ ഏത് രീതിയിൽ അത് പരിഗണിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം സുധാകരൻ മാത്രമല്ല, ഇതിനോടകം തന്നെ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള MP-മാർ നേരത്തെ തന്നെ അവർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ സുധാകരന് മാത്രമായി എങ്ങനെ ഒരു ഇളവ് നൽകാൻ കഴിയുമെന്നടക്കമുള്ള കാര്യങ്ങൾ നേതൃത്വം ആലോചിക്കുകയാണ്. ഏതാണെങ്കിലും സുധാകരൻ തിങ്കളാഴ്ച ഡൽഹിയിലേക്ക് മടങ്ങി എത്തുമെന്ന്
തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശേഷം അദ്ദേഹം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഏതാണെങ്കിലും ഒരു കടുംപിടുത്തം സുധാകരൻ പിടിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലേക്കൊരു ഇളവ് അദ്ദേഹത്തിന് നിലവിൽ നേതൃത്വം നൽകിയേക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുകയാണ് നേതൃത്വവുമായി. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നേരിട്ടൊരു ഇടപെടൽ നടത്തുന്നത്. അദ്ദേഹത്തോട് ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. തിങ്കളാഴ്ച ഡൽഹിയിലെത്തുക എന്നതാണ്. രാഹുൽ ഗാന്ധിയെ അദ്ദേഹം കാണും. അപ്പോൾ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മത്സരിക്കണം തനിക്ക് കണ്ണൂരിൽ എന്നുള്ള ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. അത് രാഹുൽ ഗാന്ധിയെ ധരിപ്പിക്കും. ഇനി ഹൈക്കമാൻഡ് എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതാണ് പ്രധാനമാകാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.